പോട്ടെ, ശബരിമല വിമാനത്താവളം എല്ലാവർക്കും വേണ്ടതാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്, പത്തനംതിട്ടയിലാണ്, വളരെ വേണ്ടപ്പെട്ടതാണ്. അത് ശബരിമല വിമാനത്താവളം വരട്ടെ എന്ന് കണ്ടുകൊണ്ട് കൊടുമൺ എസ്റ്റേറ്റ് അറിയാലോ, ഏതാണ്ട് 13,500 ഹെക്ടർ സ്ഥലമുണ്ട്. നിരന്ന് കിടക്കുകയാണ്, ഗവൺമെന്റിൻ്റെതാണ്. ഈ പറയുന്ന സ്ഥലത്തിന് എന്ന് പറഞ്ഞാൽ യാതൊരു പാരിസ്ഥിതിക വിഷയങ്ങളും ഇല്ല. കൊടുമൺ നിരന്ന് കിടക്കുന്ന സ്ഥലം. അവിടെ നിന്ന് തന്നെ അവിടെ പണിയാനുള്ള പാറ പൊട്ടിച്ചെടുക്കാം. ആൾക്കാർ താമസമില്ല, ഭൂമി നിരപ്പാക്കേണ്ട വിഷയമില്ല, വനം നഷ്ടപ്പെടുന്ന വിഷയമില്ല, ചതുപ്പുമല നഷ്ടപ്പെടുന്ന വിഷയമില്ല, ഒരു രീതിയിലും പ്രശ്നങ്ങളില്ല. വില കൊടുക്കുകയും വേണ്ട. മറ്റേ എന്നാൽ ഇതും കൂടെ വേണം. മറ്റേടത്താണെങ്കിൽ വനം നശിക്കും, പറഞ്ഞിട്ടുണ്ട്, വനം നശീകരണം ഉണ്ടാകും. അവിടെ അരുവികൾ വളരെ കൂടുതലുണ്ട്. ഇതിന് തടസ്സമുണ്ട്. ആറന്മുള സംഭവിച്ചതുപോലെ അരുവിക്ക് നീർത്തടത്തിന്റെ തടസ്സം വന്നാണ് അതിന്റെ പാരിസ്ഥിതിക വിഷയം അറിയാമല്ലോ. അതുപോലെ ഹിൽ ടോപ്പ്, ഏറ്റവും നമുക്ക് ഇപ്പം ചില സ്ഥലങ്ങളിൽ ഹിൽ ടോപ്പ് വിമാനത്താവളം ആവശ്യമുണ്ട്. ടേബിൾ ടോപ്പ് എന്ന് പറയും. എന്ന് വെച്ചാൽ വളരെ പ്രയാസമാണ് അവിടെ വിമാനം ലാൻഡ് ചെയ്യുന്നതിന്, വളരെ വിദഗ്ധമായിട്ട് പോകുന്നതിന്. അവിടെ അതേ രീതിയിലുള്ള വിമാനത്താവളം നടക്കത്തുള്ളൂ. അത് അപകടം ഉണ്ടാക്കുന്നതാണ്. മാത്രവുമല്ല, പത്തനംതിട്ട ജില്ലയിൽ ഈ വിമാനത്താവളം വന്നാൽ ശബരിമല, മാരാമൺ, പരുമല, കൊട്ടാരക്കര, ചെറുകോൽപ്പുഴ, എന്നിട്ട് അത് മാത്രമല്ല ഈ തമിഴ്നാടിനോടുള്ള അതിർത്തി, ആന്ധ്ര, അതായത് എല്ലാ രീതിയിലും അക്സസ്. KP റോഡ്, MG റോഡ്, അഞ്ചോളം ഈ പറയുന്നത് പോലെ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ അടുത്ത്, 20 കിലോമീറ്ററിനകത്ത് അഞ്ചോളം അല്ലാതെ ഉള്ള വളരെ പ്രധാനപ്പെട്ട നമ്മുടെ താലൂക്ക് ആശുപത്രികളുള്ള ആശുപത്രി, നിരപ്പ് റോഡ്. ശബരിമല പോകുന്നവർക്ക് വന്ന ഇപ്പം വിമാനത്താവളം ശബരിമല വരുന്നതിന് വേണ്ടിയാണ്. അവിടെ വന്നിറങ്ങാം, വണ്ടി പോകാം, അങ്ങോട്ട് പോകാം, KSRTCക്ക് പോകണം. അപ്പം ഈ നാനാ വഴിക്കൂടെ എല്ലാ രീതിയിലും പാരിസ്ഥിതിക പ്രശ്നമില്ല, അല്ലെങ്കിൽ നാട്ടുകാർക്ക് വിഷയമില്ല. കുടുംബത്തെ മാറ്റി താമസിപ്പിക്കണം. മറ്റിടത്ത് എത്ര കുടുംബത്തെ മാറ്റി താമസിപ്പിക്കണമെന്നറിയാം. കുടുംബത്തെ മാറ്റി താമസിപ്പിക്കേണ്ടതില്ല, അപകടമില്ല. എല്ലാ രീതിയിലും ഇത് വന്നിട്ടും, ഇത് പിണറായി വിജയന്റെ മുമ്പിൽ ഈ വിഷയം ചെന്നിട്ടും, തർക്കമുണ്ടായിട്ടും, ആ തർക്കം പരിഹരിക്കാൻ പ്രയാസപ്പെട്ടിട്ടും ആ ഒരു കാര്യം ഏറ്റെടുക്കാതെ കളക്ടർ അല്ലെങ്കിൽ ചെയ്ത് ഉത്തരവാദിത്തം, കോടതി പറഞ്ഞു കളക്ടർ എടുത്ത് പരിശോധിച്ചിട്ട് ഏതാണ് ഗോപ്യം എന്നുള്ള രീതി, അല്ലെങ്കിൽ ഏതാണ് നല്ലതെന്നുള്ള രീതി എടുക്കാൻ പറഞ്ഞു. ഇതുവരെ ചെയ്തിട്ടില്ല. ആ രീതിയിലേക്ക് പോകുന്നു. അതായത് അയ്യപ്പനെ വിമാനത്താവളത്തിൽ വെച്ച് വിറ്റു എന്ന് വേണേൽ പറയാം. ശബരിമല അയ്യപ്പന്റെ കൊള്ളയാണല്ലോ ഇപ്പം നടക്കുന്നത്. ശബരിമല അയ്യപ്പനെ ഇപ്പം നല്ല വൃത്തിയായിട്ട് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കോടതിയുടെ ഡയറക്ഷനിൽ അന്വേഷിച്ചിട്ട് പോലും അതിനകത്ത് വീണ്ടും അത് അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഏൽപ്പിച്ചവർ അതിനകത്ത് എവിടെയൊക്കെയോ തടസ്സം നേരിടുമ്പോൾ ഒരു കോടതി പറ്റിയിട്ട് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കൊള്ള. ഇതൊരു മറച്ചു പിടിച്ചിട്ടുള്ള കൊള്ള. അല്ലെങ്കിൽ അയ്യപ്പന് വേണ്ടി ഞാൻ പലതൊക്കെ ചെയ്യുന്നു, ഒരു വിമാനത്താവളം കൊണ്ടുവരുന്നു, അത് ഇന്നടത്താകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.